ഏപ്രിൽ 19 വടക്കൻ ഗസയിൽ നടന്ന ഗറില്ല ഓപ്പറേഷന് ശേഷം ഗസ സിറ്റിയിലും ഇസ്രായേൽ സൈന്യത്തെ ലക്ഷ്യമിട്ട് ഹമാസിന്റെ ഒളിയാക്രമണം നടന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഹമാസ് ഖസ്റു സൈഫ് എന്ന് പേരിട്ട ഓപ്പറേഷനിൽ സൈനിക കമാൻഡർ കൊല്ലപ്പെടുകയും നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ആക്രമണത്തിന്റെ വിവരങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടിരിക്കുകയാണ്. ഏപ്രിൽ 25-നാണ് ഗസ സിറ്റിയുടെ കിഴക്കൻ മേഖലയിലുള്ള ഷുജായിയയിൽ ഇസ്രായേൽ സൈന്യവും ഹമാസ് സേന വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സും തമ്മിൽ ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഒരു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അംഗവും ഒരു ബോർഡർ പോലീസ് ഓഫീസറും സംഭവത്തിൽ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക സ്ഥിരീകരണം. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യത്തിന്റെ 16-ാം റിസർവ് ബ്രിഗേഡിനെതിരെയായിരുന്നു അൽ ഖസാമിന്റെ ഒളിയാക്രമണം നടന്നത്. സംഭവത്തിൽ ബ്രിഗേഡ് തലവനായിരുന്ന ക്യാപ്റ്റൻ ഇഡോ വെലോച്ച്, പോലീസിന്റെ അതിർത്തി രക്ഷാ സേനയിൽ അംഗമായ നെറ്റ ഇറ്റ്സ കഹാന എന്നിവർ കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റ വിവരവും സൈന്യം പുറത്തുവിട്ടിട്ടുണ്ട്. അതിർത്തിയിൽ നിന്ന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഷുജായിയയിൽ സൈനിക ഓപ്പറേഷനിലായിരുന്നു 16-ാം റിസർവ് ബ്രിഗേഡ്. ഇതിനിടയിൽ പ്രദേശത്തുള്ള ഒരു ആളൊഴിഞ്ഞ വീട്ടിൽ ഹമാസിനെ ലക്ഷ്യമിട്ടുള്ള ഒളിപ്പോരിനുള്ള ആസൂത്രണത്തിലായിരുന്നു സൈനികർ. ഇസ്രായേൽ ബോർഡർ പോലീസ് വിഭാഗമായ യമാസും ആസൂത്രണത്തിൽ പങ്കാളികളായിരുന്നു. വൈകിട്ട് 4:25 കാണും. ആ സമയത്താണ് അൽ ഖസാം ബ്രിഗേഡ്സിന്റെ ഒരു സംഘം വീട്ടിലേക്ക് ഇരച്ചെത്തുന്നത്. റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡുകളും ടാങ്കുവേദ മിസൈലുകളുമായി ഇസ്രായേൽ സൈന്യത്തിന് നേരെ അൽ ഖസാം സംഘം ആക്രമണം അഴിച്ചുവിട്ടു. തൽക്ഷണം തന്നെ ഒരു IDF അംഗം കൊല്ലപ്പെട്ടു. ഇരുവിഭാഗവും തമ്മിൽ മണിക്കൂറുകളോളം രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. വിവരമറിഞ്ഞ് IDFന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ സംഘം സ്ഥലത്തേക്ക് കുതിച്ചെത്തി. സൈനികരെ രക്ഷപ്പെടുത്താൻ എത്തിയ സംഘത്തെയും അൽ ഖസാം ബ്രിഗേഡ്സ് ആക്രമിച്ചു. IDF വാഹനത്തിന് നേരെ ടാങ്ക് വേദ മിസൈലുകൾ വിക്ഷേപിച്ചു. പിന്നാലെ എത്തിയ IDF ടാങ്കുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. നിരവധി ഗ്രനേഡുകളാണ് ടാങ്കുകൾക്ക് നേരെ വർഷിച്ചത്. സംഭവത്തിൽ മറ്റൊരു ഇസ്രായേൽ സൈനികനും കൊല്ലപ്പെട്ടു. സ്ഥലത്തെത്തിയ ജെറുസലേം ബ്രിഗേഡ്സിലെ 7007 ബറ്റാലിയനിൽ അംഗങ്ങളായ 2 റിസർവ് സൈനികർക്കും ഗ്രനേഡ് ആക്രമണത്തിൽ പരിക്കേറ്റതായി ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതേ ദിവസം ദക്ഷിണ ഗസ മുനമ്പിലും ഹമാസ് ആക്രമണത്തിൽ 4 സൈനികർക്ക് പരിക്കേറ്റതായി IDF സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്, മറ്റൊരാൾക്കും വലിയ പരിക്കുണ്ട്. ബാക്കി 2 പേർക്ക് നിസ്സാരമായ പരിക്കുകളേ ഉള്ളൂവെന്ന് സൈന്യം അറിയിച്ചിട്ടുണ്ട്. റഫായിലെ തെൽ സുൽത്താനോട് ചേർന്നുള്ള ഫിലാഡൽഫി കോറിഡോർ മേഖലയിലാണ് സംഭവമുണ്ടായത്. ഹമാസ് സംഘത്തിന് നേരെ സൈനികരും ശക്തമായി തിരിച്ചടിച്ചതായി IDF അവകാശപ്പെട്ടു. ബന്ദി വിഷയത്തിൽ എത്രയും പെട്ടെന്ന് കരാറിലെത്തിയില്ലെങ്കിൽ ഹമാസിനെതിരായ ആക്രമണം കടുപ്പിക്കുമെന്ന് IDF മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ റിസർവ് സൈനികരെ ഗസയിലേക്ക് അയക്കുമെന്നും സൈന്യം പറഞ്ഞു. നിലവിൽ IDFന്റെ 3 വിഭാഗങ്ങളാണ് ഗസയിൽ സൈനിക ഓപ്പറേഷനിലുള്ളത്. ദക്ഷിണ ഗസ മുനമ്പിൽ പുതിയ ഹ്യൂമാനിറ്റേറിയൻ സോൺ ആരംഭിക്കാനും ഇസ്രായേൽ ആലോചിക്കുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കേന്ദ്രത്തിൽ സുരക്ഷാ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഫലസ്തീനികളെ അകത്തോട്ട് കടത്തിവിടുക. ദക്ഷിണ ഗസയിലെ പുതിയ ഇസ്രായേൽ സുരക്ഷാ ഇടനാഴിയായ മൊറാഖ് കോറിഡോറിനോട് ചേർന്നാണ് കേന്ദ്രം തയ്യാറാകുന്നത്. ഫലസ്തീനികൾക്കുള്ള മാനുഷിക സഹായം എത്തിക്കാനായി ഇവിടെ ടെന്റ് സിറ്റി ഒരുക്കാനും ഇസ്രായേൽ പദ്ധതിയിടുന്നുണ്ടെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട്.